പിന്നെ കഴിവ് കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു സംഭവത്തിന് നമ്മൾ വില കുറച്ച് കാണേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഐഡന്റിറ്റി കോംപ്രമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം പണയം വെച്ചിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതിലെനിക്കൊരു പോയിന്റ് തോന്നിയില്ല. ഞാൻ നമ്മളെ തീരുമാനമാണ്, ലൈക്ക് എൻ്റെ ഇഷ്ടമാണ്, ലൈക്ക് ഷുഡ് ഐ സേ യെസ് ഷുഡ് ഐ സേ നോ. പിന്നെ ആരും നമ്മളെ അങ്ങനെ പിടിച്ചുകൊണ്ട് റേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ അപായപ്പെടുത്താനോ അറിയില്ല. പണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അറിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയണത് ഒന്നുകൂടി സേഫ് ആണ്. നമുക്കൊരു ഒരു ഇന്റർവ്യൂല് പറഞ്ഞവര് നമ്മള് കഥ തുറന്നു കൊടുത്താൽ ഒരാൾ അകത്തേക്ക് വരുള്ളൂ. പണ്ടത്തെ പോലെയല്ല, സേഫ് ആണ്. എല്ലായിടത്തും CCTV ഉണ്ട്. നമ്മള് വേണമെന്ന് വിചാരിച്ചാൽ എന്താണെങ്കിലും നടക്കുള്ളൂ. പക്ഷെ അതിനകത്ത് ആശിക, ഇപ്പൊ ഇതിനകത്തൊരു സംഘർഷമുണ്ട്. നമ്മൾ കുറെ കാലം ഇതിന്റെ പുറകെ നടക്കുന്നതാണ്. ചെറിയ സാധ്യത കിട്ടും. അപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ അവസാന ഘട്ടത്തിൽ പ്രതികരിക്കാമെന്ന് കരുതും. ഇതിങ്ങനെ നീണ്ടു പോകും. ഒടുവിലാണ് ലോക്ക്ഡ് ആവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പ്രതികരിക്കണോ വേണ്ടെന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടി വരുന്നത്. നല്ല പടമാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിനോട് അനുകൂലിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു സംഘർഷമൊക്കെ ഉണ്ടാവും ചിലരുടെയൊക്കെ മനസ്സിൽ. അങ്ങനെയാണ് ഇതിനകത്തേക്ക് എത്തുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്തൊന്നും അല്ലായിരിക്കും പോവുക. അപ്പം ഇതിന്റെ ഒരു സംഘർഷാവസ്ഥ എന്താണ്? അതിപ്പോ ഒരു ആൾക്കെ ഒരു പെണ്ണിനാണ് അത് നേരിടേണ്ടി വരുന്നെങ്കിൽ അവൾക്കേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ എനിക്കിവിടെ നിന്നിട്ട് ഇത് പുറത്തുനിന്ന് കാണാം. ഇത്തരത്തിലുള്ള ആയിരിക്കും, ഇങ്ങനെ ഡെവലപ്പായി വന്നതായിരിക്കും. അതിനകത്ത് ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരിക്കണമെന്നില്ല. ചിലപ്പം അതങ്ങനെ ആയി മാറിയതായിരിക്കും അവസാന നിമിഷം. അവിടെയൊക്കെ എങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യുക? എങ്ങനെയായിരിക്കും നമുക്ക് ഈ സിനിമയോട് ഭയങ്കരമായ ഭ്രാന്ത് ഉണ്ടാവും. സിനിമയോടുള്ള ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ക്യാഷോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന റെമ്യൂണറേഷനോ അല്ലെങ്കിൽ അതിൻ്റെ പുറമേക്ക് എനിക്ക് കിട്ടുന്ന ഒരു ഫെയിമോ അല്ലെങ്കിൽ അതൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ. എനിക്കൊരു കഥാപാത്രത്തെ തന്ന് ഞാനല്ലാത്ത വേറൊരു കഥാപാത്രത്തെ ഒരു ഡയറക്ടറെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറുടെയോ ഡിമാൻഡിനനുസരിച്ച് അത് പ്രേക്ഷകരുടെ മനസ്സിൽ സ്വീകരിക്കാൻ മാത്രം എഫിഷ്യൻ്റ് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്കില്ലിൽ എനിക്കത് വേണം, എനിക്കത് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ. അല്ലാതെ ഈ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് അത് വേണം ഇത് വേണം അങ്ങനെ ആക്കണം അതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്, എന്തെങ്കിലും ചെയ്തിട്ട് തട്ടിക്കൂട്ടി നമുക്ക് അതല്ല. എനിക്ക് വേണ്ടത് കുറച്ച് ക്വാളിറ്റി ഉള്ള പ്രൊജക്ട്സ്, എനിക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോഴാണ് സംഘർഷം കൂടുതൽ. സാധാരണ ഉള്ളതിനെക്കാട്ടിലും ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ പിന്നെ ഞാൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എന്നോടൊരു സെൽഫ് റെസ്പെക്റ്റ് ഫീൽ ചെയ്യണ്ടേ. അപ്പോൾ അത് ഹോൾഡ് ചെയ്യുക എന്ന് മാത്രമാണ് ലൈക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും വിചാരിക്കുക. അതിൽ ഒന്നുമില്ല. ഇമോഷണൽ കോൺഫ്ലിക്റ്റ് പറയാൻ മാത്രം പ്രത്യേകിച്ച് ഇതൊന്നുമല്ല. ഓക്കെ വേണ്ടെങ്കിൽ വേണ്ട, അല്ല അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യണം. അപ്പോഴാണ് ഇമോഷണൽ കോൺഫ്ലിക്റ്റ് കൂടുതൽ. ഇത് എൻ്റെ പ്രൊഫഷനോട് ഞാൻ കാണിക്കുന്ന റെസ്പെക്റ്റ് അല്ലെങ്കിൽ എനിക്ക് അതിന് കൊടുക്കുന്ന വാല്യൂ.